നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, സുരേഷ് ക്ഷേത്രമാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ ചോദിക്കുകയുണ്ടായി, ചേട്ടാ എന്താണ് ബ്ലോഗർ? ഞാൻ പറഞ്ഞ് എന്താ ഇപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ? അല്ലെങ്കിൽ എല്ലാവരും ബ്ലോഗർമാരെന്നറിയപ്പെടുന്നത് സോഷ്യൽ മീഡിയ, അതായത് ഫേസ്ബുക്ക് പേജിൽ വാർത്തയിടുന്ന ആളും സോഷ്യൽ മീഡിയയിൽ ചാരിറ്റി ചെയ്യുന്ന ആളും അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് വാർത്ത ചെയ്യുകയും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇരുന്ന് കരയിച്ച് ബ്ലോഗ് ചെയ്യുകയൊക്കെ ചെയ്യുന്നവരെല്ലാം ബ്ലോഗർമാരാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ബ്ലോഗർ? ഞാൻ പറഞ്ഞ് ഒരു ബ്ലോഗർ എന്ന് പറയുന്നത് ഒരു വിഷയത്തെ പഠിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു കല അല്ലെങ്കിൽ ചരിത്രാതീതമായ കാഴ്ചകൾ, വനം, വന്യജീവി, ഗോത്രവർഗ വിഭാഗങ്ങളൊക്കെ ഞാനത് ചെയ്യുന്ന ആളാണ്. വലിയ ആളൊന്നുമല്ല, പക്ഷേ ഞാൻ എപ്പോഴും പാത പിന്തുടർന്ന് പോകുന്നത് സന്തോഷ് ജോർജ് മുളങ്ങര എന്ന് പറയുന്ന ലോകസഞ്ചാരിയുടെ പാതയാണ്. അദ്ദേഹത്തിനൊപ്പം എത്താൻ പറ്റിയില്ലെങ്കിലും പണ്ട് കാലത്തെ യാത്ര ഇഷ്ടപ്പെടുകയും യാത്രകൾ ചെയ്യുകയും യാത്രാ സ്റ്റോറികൾ എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ ഒരു ബ്ലോഗ് ചെയ്യാൻ നല്ല തിരിച്ചറിവ് വേണം എന്ന് തന്നെ പറയാൻ കഴിയും. ഒരു സ്ഥലത്ത് ചെന്നാൽ ആ സ്ഥലത്തെപ്പറ്റി പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് തന്നെ ആ സ്ഥലം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വനം എന്താണ്, പരിസ്ഥിതി എന്താണ്, ജൈവ സമ്പത്ത് എന്താണ്. ഇപ്പോൾ ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ജൈവ വൈവിധ്യങ്ങളുടെ ഒരു കാഴ്ചയാണ്. എല്ലാവരെ കൊണ്ടും പറ്റില്ല ചെയ്യാൻ. ഒരു നേച്ചർ ആൻഡ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്ന രീതിയിൽ പ്രൊഫഷണൽ മേഖലയിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ എപ്പോഴും ആ ഒരു മൂല്യം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൽ വാർത്തയിടുകയോ ഫേസ്ബുക്കിൽ ചാരിറ്റി ചെയ്യുകയോ യൂട്യൂബിൽ ചാരിറ്റിയെ കാണിച്ച് കൈയടി നേടുകയോ ചെയ്യുന്നവരല്ല ബ്ലോഗർമാർ. മറ്റേതിനൊക്കെ ചിലപ്പോൾ 1 മില്യൺ വ്യൂവേഴ്സ് വരുമ്പോൾ നല്ലൊരു കണ്ടൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ 500 പേരെ കാണും, പക്ഷേ അത് കൃത്യമായ ഒരു വ്യൂവേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ബ്ലോഗർമാർ എന്ന് പറയുന്നത് ഇതുപോലെ ചരിത്ര കാഴ്ചകളും നല്ല കണ്ടൻറ്റുകൾ ചെയ്യുന്നവരാണ് ബ്ലോഗർമാർ. അല്ലാത്തവരെ ബ്ലോഗറായിട്ട് ആരും അംഗീകരിച്ചിട്ടില്ല. ചിലപ്പോൾ ചിലരൊക്കെ അങ്ങ് പറയും ബ്ലോഗേഴ്സ് എന്ന്. അത് അവരുടെ സന്തോഷത്തിന് പറഞ്ഞോട്ടെ. അപ്പോൾ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ വീണ്ടും കണ്ടു പോകാം. ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ എപ്പോഴും നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട്. ഗ്രീൻ മീഡിയ വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ.